ഇപ്പോൾ നമ്മൾ മലയാളികളിൽ ആരെങ്കിലും തന്നെ മൂന്നാർ പോകാതിരിക്കുന്നെങ്കിൽ അതെനിക്ക് തോന്നുന്നു ആ ഹെയർ പിന്നുകൾ അല്ലേ, ഹെയർ പിന്നുകളിലെ ആ ഒരു ഇപ്പോൾ ഉയരം കൂടുന്തോറും ഉള്ള ആ ഒരു കൂടുന്തോറും ചായയുടെ മധുരം അതും കൂടും, അതും നല്ലതാണ്. പക്ഷെ ഛർദിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കും പ്രശ്നമുണ്ടേ. അപ്പോൾ ശരിക്കും പക്ഷേ എങ്കിൽ പോലും നമുക്ക് മൂന്നാറിൽ പല സ്പോട്ടുകളിൽ നിർത്താം. പൊതുവെയുള്ള ഹിൽ സ്റ്റേഷനുകളിൽ ഇങ്ങനെ പുൾ ഓവർ പോയിന്റുകളില്ല, നമുക്ക് വണ്ടി നിർത്തി. കാരണം ഇടുങ്ങിയ മലയുടെ ഇടയിൽ കൂടെ ഉള്ള റോഡായിരിക്കുമല്ലോ, അപ്പോൾ ഇടുങ്ങിയ വഴികളായിരിക്കും. ഈ ഇടുങ്ങിയ വഴികളിലൂടെ ഒരു വണ്ടി കഷ്ടി പോകാൻ പറ്റുന്ന, പക്ഷെ മൂന്നാറുകളിലെ റോഡുകൾ ശരിക്കും നമുക്ക് കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്. കുറച്ചും കൂടെ ഇപ്പം ബൈക്കേഴ്സിനും, ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഒരു ബൈക്കിംഗ് ട്രെൻഡ് ഭയങ്കരമാണ്. അതെ അതെ, ബൈക്കേഴ്സിനും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് മൂന്നാർ, ലൊക്കേഷനാണ്. അതെ അതെ അതെ, എല്ലാവരും പോകാനും എല്ലാവരും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറിന്റെ ഭംഗിയും ഒരു മലയാളിയും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഒരിക്കലെങ്കിലും മൂന്നാറിൽ പോകണം. പക്ഷെ മൂന്നാറിലെ പ്രകൃതിയെയും പ്രകൃതിയുടെ ഭംഗിയെയും ഒന്നും ഒരിക്കലും നശിപ്പിക്കാത്ത രീതിയിൽ, ഇത്തരത്തിൽ പരമാവധി പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു സൗന്ദര്യ ആസ്വാദനമാണ് നടക്കേണ്ടത് അല്ലേ? അതെ അതെ. അപ്പോൾ കണ്ടിട്ട് വരാം അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ദശാകാലങ്ങളെ കുറിച്ചാണ്. അതിൽ ശുക്രദശയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ശുക്രദശയുടെ ഒരു പൂജകൾ എന്തൊക്കെയാണ്, ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ വഴിപാടുകളാണ് കഴിക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? ശുക്രദശയുടെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ, ഈ ശുക്രദശ വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ശുക്രോ ധർമ്മദൈവസ്യ കോപം എന്നാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന ബാധാപ്രമാണത്തിലേക്ക് വരുന്നത്. ശുക്രനെ കൊണ്ടാണ് ധർമ്മദൈവത്തെ ചിന്തിക്കുന്നത്. അപ്പോൾ ശുക്രദശയുടെ കാലത്തിലെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറഞ്ഞാൽ ധർമ്മദൈവ വഴിപാടാണ്. ധർമ്മദൈവത്തിൻ്റെ അടുത്താണ് ഏറ്റവും വലിയ വഴിപാട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധർമ്മദൈവത്തിന് എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഈ നക്ഷത്രങ്ങളിലേക്ക്, ദശാകാലങ്ങളിലേക്ക് വരുമ്പോഴാണ് അതിന് പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ധർമ്മദൈവം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാതാവും പിതാവും പോലെയാണ് ധർമ്മദൈവവും പിതൃവും. ഈ രണ്ട് ശക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം പകുതി നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും. ഇതില്ലെങ്കിൽ നമ്മൾ എത്ര തേടിയാലും പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു വലിയ വാഹനം അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ നല്ല രീതിയിൽ ഓടിച്ചിട്ട് പോകുമ്പോൾ കട്ടറി ചാടി പെട്ടെന്ന് എല്ലാം ഒടിഞ്ഞു തുടങ്ങി പോണ പോലെയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന പോലെ ഈ ധർമ്മദൈവവും പിതൃവും തുണയില്ലാണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ അടുത്ത കാലത്ത് ഒരു വലിയ പ്രഗത്ഭനായിരുന്ന ഒരാൾ, അതായത് അദ്ദേഹം ഏതാണ്ട് ഒരു 8-10 കൊല്ലം മുമ്പ് ഒരു 9 lakhs പെർ മന്തിൽ സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഒരു റിട്ടയർഡ് ജവാൻ നമ്മളുടെ അടുത്ത് വരികയുണ്ടായി. അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കുടുംബാംഗങ്ങളാരും എല്ലാവരാലും ഒരുക്കപ്പെട്ട് കിട്ടുന്ന പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കേണ്ട ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ അടുത്തൊന്ന് എനിക്കെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു, ഇത്രയും കാലം ഇതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു അവർ. അപ്പോഴും വീണ്ടും അവിടെ അറിവില്ലായ്മ വന്നിരുന്നു. അപ്പോൾ 9 lakhs ഒരു 10 വർഷം മുമ്പൊക്കെ വാങ്ങിയ ഒരാളുടെ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾക്ക് ട്രാജഡികൾ നേരിടുന്നുണ്ട്. ഈ ട്രാജഡികളുടെ കാരണം നെഗറ്റീവ് എനർജികളായിരിക്കും. അതേപോലെ തന്നെ തുണയ്ക്കാൻ ധർമ്മദേവതയും പിതൃവിൻ്റെയും ആനുകൂല്യം ഇല്ലാതെ പോകുന്നതും. അപ്പോൾ നമ്മളിതെല്ലാം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ശുക്രദശയ്ക്ക് പ്രധാന വഴിപാട് നടക്കുന്നത് ധർമ്മദേവതാ ക്ഷേത്രങ്ങളിൽ തന്നെയാണ്. ധർമ്മദേവതയ്ക്ക് നിവേദ്യം, പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ധർമ്മദേവത ഇല്ലാത്തവർക്ക് തൽക്കാല പരിഹാരമായിട്ട് ഗ്രാമദേവതയ്ക്ക് വഴിപാട് ചെയ്യാം. ഗ്രാമദേവത എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഗ്രാമത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യാം. എന്നിരുന്നാലും പെറ്റമ്മയ്ക്ക് പെറ്റമ്മ തന്നെ വേണം, പോറ്റമ്മ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശുക്രദശ കാലഘട്ടത്തിലുള്ള വഴിപാട് മെയിനായിട്ട് നടക്കേണ്ടത് ധർമ്മദൈവ ക്ഷേത്രങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അതില്ലാത്തവരൊക്കെ കണ്ടുപിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇത് തന്നെ ധർമ്മദൈവത്തിന് നമ്മൾ ധർമ്മദേവത എപ്പിസോഡിൽ പറയുകയുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ അകത്ത് ധർമ്മദേവത ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ വഴിയിൽ തന്നെ ചിന്തിക്കണം. അല്ലാതെ ചില സമുദായങ്ങൾക്ക് അമ്മ വഴിയിലാണ്, അത് തെക്കോട്ടുള്ളവർക്ക് അമ്മ വഴിയാണ്, വടക്കോട്ടുള്ളവർക്ക് അമ്മ വഴിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥ ധർമ്മദേവത വരണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ വഴിക്ക് പോയാൽ മാത്രമേ യഥാർത്ഥ ധർമ്മദേവതനൊക്കെ കിട്ടുള്ളൂ. നമ്മളുടെ അടുത്ത പൂജയൊക്കെ 100% വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ധർമ്മദേവതനെ ക്ലിയർ ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള മികവ് തന്നെയാണ്. അതിലൊരു തർക്കമില്ല. കാരണം വരുന്ന പാർട്ടിയുടെ ധർമ്മദേവതനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ പൂജാവിധിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു തന്നെ പോയാൽ മാത്രം. കാരണം നിങ്ങൾ കാണുന്ന പല ആചാര്യന്മാരും ഈ അച്ഛൻ്റെ വഴി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ശിവനും അമ്മ പാർവതിയാണ്. അപ്പോൾ പാർവതി മാത്രം വന്നുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല. ശിവൻ വന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ശിവൻ്റെ ബലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഭഗവാന്റെ ബലം വന്നാൽ മാത്രമേ ഭഗവതിക്ക് ബലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭഗവതി വന്നു ഞങ്ങളമ്മ ഒഴിക്കാൻ നോക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ മൂത്താശ്ശേരി കഥയിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണത എത്തണമെങ്കിൽ ഈ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് ചെയ്യണം ശുക്രദശയ്ക്ക്. അപ്പോൾ 23.5 വയസ്സ് കഴിയുമ്പോൾ ഈ ആൾക്ക്, ഈ കുട്ടിക്ക്, ഇപ്പോൾ കുട്ടിയല്ല ഒരു യുവാവായി കഴിഞ്ഞു അല്ലെങ്കിൽ യുവതിയായി കഴിഞ്ഞു, ഈ ആൾക്ക് അടുത്ത 6 വർഷം ആദിത്യ ദശാകാലമാണ്, സൂര്യദശാകാലം. അത് ആദിത്യ ദശയുടെ നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം. അപ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം എന്ന് പറയുന്നത് അനുജന്മനാൾ, കാർത്തികയുടെ അനുജന്മനാളാണ് ഉത്രം, ഉത്രാടവും. ഈ 3 നക്ഷത്രങ്ങളാണ് ആദിത്യദശയിൽ കടന്നു വരുന്നത്. അപ്പോൾ ആദിത്യദശയുടെ വഴിപാടെന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ ധാരയും കോളപുഷ്പാഞ്ജലിയും പിൻവിളക്ക് വെള്ള നിവേദ്യവും പക്കപ്പിറന്നാളിന് ചെയ്യുക. ഇതാണ് അതിൻ്റെ വഴിപാട്. അതേപോലെ സൂര്യ നമസ്കാരം ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂര്യദശ വരുമ്പോൾ അതിൻ്റെ കീർത്തനമുണ്ട്. ഓം നമോ ഭഗവദേവും അർക്കസൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കൊരും നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ തൃകൃതങ്ങളൊടിച്ചു മാമ്പരി രക്ഷ ചെയ്വതിനായി ഭുത ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആദിത്യ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ആദിയും മഹാവ്യാധിയും തീർത്ത് രക്ഷിച്ചിടണമെൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കീർത്തനം കിടക്കുന്നത്. അപ്പോൾ സൂര്യഭഗവാനെ നോക്കി 3 പ്രാവശ്യം ഈ കീർത്തനം ചൊല്ലാം. പിന്നെ വേണമെങ്കിൽ സൂര്യഗായത്രി ജപിക്കാം. സൂര്യഗായത്രി എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം തന്നെയാണ് സൂര്യഗായത്രി. അപ്പോൾ ഇതാണ് അതിൻ്റെ വഴിപാട്. ശിവക്ഷേത്രത്തിലാണ് ശിവന് ധാരയും കോളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ള നിവേദ്യവും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, സൂര്യദശ എന്ന് പറയുന്നത് ഒരു കഠിന കാലഘട്ടമാണെങ്കിൽ പോലും ശിവപ്രീതി അതിനെല്ലാം നമുക്ക് നിഷ്പ്രയാസം കടന്നു പോകാൻ സാധിക്കും. എപ്പോഴും ഒരു ദശാകാലം പാപഗ്രഹത്തിൻ്റെ ദശാകാലമാണെങ്കിൽ അതിനെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം ദോഷകാലഘട്ടവും, രണ്ടാമത്തെ ഭാഗം ഗുണദോഷ സമ്മിശ്ര കാലഘട്ടവും, 3ാമത്തേത് ശുഭകാലവുമായിരിക്കും. ഇത് തന്നെ ഒരു മിടുക്കൻ ആചാര്യൻ ഒരു കുട്ടിക്ക് എഴുതി കൊടുത്ത ഗ്രഹനിലയിൽ 23.5 വയസ്സായുള്ള ഇനി 29 വയസ്സ് വരെ സൂര്യദശയാണ്, അതുകൊണ്ട് വിവാഹം നിഷിദ്ധം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് ദശ കടന്നാലും വിവാഹം നമുക്ക് പ്രായത്തിനനുസരിച്ച് തന്നെ കഴിക്കാം. അല്ലാതെ സൂര്യദശ 6 വർഷം കഴിയട്ടെ അതുകൊണ്ട് വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതം പാഴാക്കാൻ നിൽക്കരുത്. കാരണം അതൊക്കെ അല്പജ്ഞാനി തന്നെയാണ്. കാരണം ഈ ദശയുടെ ഏറ്റവും ഗൗരവക്കാരനായ ദശ രാഹുർദശയാണ്. അപ്പോൾ 18 വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ 22 വയസ്സായ ആൾ അല്ലെങ്കിൽ 30 വയസ്സായ ആൾ 48 വയസ്സിൽ പെണ്ണന്വേഷിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെക്കൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കെട്ടാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഈ ദശ ഏത് വന്നിരുന്നാലും നമുക്ക് വിവാഹ സമയം, നമ്മുടെ മനസ്സിന് ആഗ്രഹമായിട്ട് വരുന്ന വിവാഹ സമയം, ആ സമയത്ത് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. അല്ലാതെ ദശയെ നോക്കി നിന്നിട്ട് ജീവിതം കളയേണ്ട യാതൊരു കാര്യവുമില്ല. ഓരോ ദശയും അറിഞ്ഞ് ആ ദശയ്ക്ക് അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് വഴിപാട് ചെയ്ത്, ക്ഷേത്ര വഴിപാടുകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ കണ്ടിട്ട് എനിക്കതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പോയാൽ നമ്മളുടെ ജീവിതം തന്നെയാണ് തുലയ്ക്കുന്നത്. അല്ലാതെ കണ്ട് യുക്തിവാദിയുടെ പിന്നാലെ പോയി ജീവിതം തുലച്ചിട്ട് വയസ്സാം കാലത്ത് ദേവതാസങ്കല്പത്തിൻ്റെ പിന്നാലെ ഒന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനുണ്ടാവില്ല. ആകെ ഉള്ളൊരു നേട്ടം മനസ്സമാനത്തോടെ കിടന്ന് ഉറങ്ങാം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ ആരോഗ്യമില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത പാതയിലൂടെ യുക്തിവാദത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ റിവേഴ്സ് ചെയ്യണമെന്ന് വെച്ചാലൊന്നും എളുപ്പമല്ല. കാരണം ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം നമ്മളുടെ സുഹൃത്തുക്കളും അങ്ങനെ ഒത്തിരി സുഹൃബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പലരും പറയും, ഞാനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ പിള്ളേരോട് പറയാം ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ പൂജ നടത്തുന്ന പറയുമ്പോൾ പോയി പണി നോക്കാൻ പറയും. അച്ഛന് വേണമെങ്കിൽ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കുട്ടികളല്ല കുഴപ്പക്കാർ, കാരണം ഈ പാരൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് പൂജയ്ക്ക് വരുമ്പോൾ അവർ പറയുന്നത് കുട്ടികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അതിൻ്റെ കാരണം എന്താ, കുട്ടി ചെറുപ്പമായിരിക്കുന്ന കാലഘട്ടത്തിലൊന്നും കുട്ടികളെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോവുകയോ പൂജാതി കർമ്മങ്ങളിലൊന്നും പങ്കെടുപ്പിക്കുകയോ ചെയ്യാതെ വളർത്തിയതിൻ്റെ ബാക്കി പത്രമാണ്. പിന്നെ സമൂഹം കൊടുക്കുന്ന ഒരു അറിവുകൾ, അതായത് നമ്മളുടെയൊക്കെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഹൈന്ദവ ഏരിയകളിലാണെങ്കിൽ ക്ഷേത്രവിശ്വാസങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അതല്ലാതെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ഏരിയയിലാണെങ്കിൽ ഈ ഹൈന്ദവത്തിന് അത്ര നിഷിച്ച് പറയുന്നുണ്ട്. കുട്ടികളും കരുതും ഇവർ പറയുന്നതാണ് ശരി. കാരണം ഇവിടെ നടക്കുന്ന പൂജകളും കാര്യം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഫലമില്ല, നമ്മളുടെ പ്രാർത്ഥനയും ധ്യാനവും ഇത് മാത്രമാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് വളരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതിനോടുള്ള വിമുഖത വരും. അപ്പോൾ നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതേപോലെ ഇത്രയും ദേവതാസങ്കല്പങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ശക്തിയുമുള്ള വേറൊരു മതം ലോകത്തിലില്ല. കാരണം ഇതെല്ലാം സായിപ്പ്മാരിപ്പോൾ ഇതെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സായിപ്പ്മാർ ഇതെല്ലാം പരീക്ഷണം നടത്തിയിട്ട് എങ്ങനെ അവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ലണ്ടനിൽ അമേരിക്കയിലായാലും അവിടെ ക്ഷേത്രങ്ങളും ഓരോ ഗ്രാമങ്ങൾ പോലും ഹൈന്ദവ ഗ്രാമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ആരും അവിടെ മതപരിവർത്തനം നടത്തിയിട്ട് വരുന്നതല്ല, അവർ സ്വമേധയാ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ജീവിതത്തിൻ്റെ യഥാവിധി വഴികളിലേക്ക് അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു 100 ഇരട്ടി സ്പീഡ് ഉണ്ടായേനെ, അങ്ങനെ ആയിരുന്നെങ്കിൽ. കാരണം അവർ കാണും. ഇപ്പോൾ ഇത് മലയാളത്തിൽ പറയുന്നതുകൊണ്ട് ഇതെന്തായാലും അവർക്ക് കണ്ടാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ദ്വിഭാഷിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയിലേക്ക് എല്ലാവരും എപ്പിസോഡുകൾ കാണും.
ഈ യൂട്യൂബൊക്കെ കണ്ട് ചെക്ക് ചെയ്തൊക്കെ ആ രീതിയിലേക്കൊക്കെ പോകും. ആ കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കാരണം അവരുടെ ഓരോ ഭാവപ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ പഠിപ്പിച്ചു കൊടുക്കാൻ ആചാര്യന്മാർ വളരെ പിന്നിലേക്ക് പോകുന്നതിൻ്റെ അതുകൊണ്ട് മാത്രമാണ് അവരിതൊന്നും ശ്രദ്ധിക്കാത്തത്. കാരണം അവർ നമ്മളുടെ ഇവിടെ തന്നെയുള്ള പല ദൈവങ്ങളുടെ പിന്നാലെ ദൈവങ്ങളുടെയൊക്കെ പിന്നാലെ ചുറ്റി കറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു ശാന്തി സമാധാനം അവരിലൂടെ തന്നെ നേടാൻ കഴിയുന്ന അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ആചാര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ഇതിൻ്റെ എല്ലാം പിന്നാലിലേക്ക് തന്നെ വരും. അപ്പോൾ ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് തന്നെ ഇതെല്ലാം തിരിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം നമ്മുടെ നക്ഷത്രം അറിയുക, അതേപോലെ ദശാകാലങ്ങൾ അറിയുക, ദശയ്ക്ക് വഴിപാട് ചെയ്യുക. അല്ലാതെ സൂര്യദശയാണ് അതുകൊണ്ട് വിവാഹം നടത്തി കഴിഞ്ഞാൽ കഠിനമായിരിക്കുന്നതെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ആചാര്യൻ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതൊക്കെ അവരുടെ അറിവില്ലായ്മയാണ്. നമുക്ക് വിവാഹത്തിന് എപ്പോൾ പ്രായമാകുന്നോ മനസ്സിലാഗ്രഹം വരുന്നോ നല്ല ജോലിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂര്യദശയല്ല രാഹുദശയല്ല ഏത് ദശയായാലും വിവാഹം കഴിക്കാവുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ടെലിഫോണിൽ വിളിച്ചു ചോദിക്കുന്നത് സമയപരിമിതി മൂലം നമ്മൾക്ക് പല കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദയവായി കത്തുകളായി ഞങ്ങൾക്ക് അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിൻ്റെ അഭിമാനമായ മൂന്നാറിനെ കുറിച്ചായിരുന്നു. ശരിക്കും ഇടുക്കി ജില്ലയിലെ ഈ ഒരു ടൂറിസം സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയധികം ഞാനൊക്കെ മൂന്നാറൊക്കെ പോയപ്പോൾ ശരിക്കും ചെറിയൊരു അരുവിയുള്ള ഒരു റിവർ സൈഡ് കോട്ടേജിലായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു സ്ഥലത്തിൻ്റെ ഇച്ചിരി ഓൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരില്ലാത്ത ഒരു സ്ഥലം. എപ്പോഴും മൗണ്ടനസ് റീജിയൻസിൽ പോപ്പുലേഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെ ആ അരുവിയിലെ കല്ലിലിരുന്ന് പുസ്തകം വായിക്കാനും ആ ഒരു ടെമ്പറേച്ചർ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് മാത്രം വരുന്ന എത്രയോ മലയാളികൾ തന്നെ. മലയാളികളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് വിദേശികളും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ് മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. മലയാളിക്ക് എപ്പോഴും പുറത്തേക്ക് പോകാനും പുറത്തെ സ്ഥലങ്ങൾ ആസ്വദിക്കാനും ഒക്കെയാണ് ഇഷ്ടം. അവർക്ക് കുളു മണാലിയിലേക്ക് പോകാനോ ഡാർജിലിംഗിലേക്ക് പോകാനോ മലയാളിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും കുളു മണാലി ഒരു 2000 അടിയും കൂടെ ഉയരത്തിലാണ്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ മലയാളികൾ പൊതുവെ കുറച്ച് മടി കാണിക്കുക, ഇത്തരത്തിൽ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു താല്പര്യം. അത്തരം മലയാളികൾക്ക് നമ്മളൊരു അഡ്വൈസ് ആണ്, ശരിക്കും മൂന്നാർ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു മധ്യഭാഗത്തായിട്ട് കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. അതുകൊണ്ട് മിസ് ചെയ്യരുത് നിങ്ങൾ മൂന്നാറിലെ ചായയും മൂന്നാറിന്റെ തണുപ്പും പൂക്കളും ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ള ഒരു നോട്ടിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.